എന്താ ഗായ്സ്, അപ്പം ഞാൻ കുറേ നാളായിട്ട് മീനിൻ്റെ അപ്ഡേഷൻ തരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അന്ന് ഇട്ട കരികണ്ണി കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ വാഹയുണ്ട്. അപ്പം ഇന്ന് ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഓണമായിട്ട് നമ്മൾ ഇതെന്ന് വെച്ചാൽ വെള്ളമൊക്കെ ഒന്ന് മാറി. കാരണം നമ്മൾ കുറേ നാളായിട്ട് ഇവിടെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ വീഡിയോ നേരത്തെ ഇട്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കരികണ്ണി കുഞ്ഞുങ്ങളാണ്. നമ്മൾ തോട്ടിൽ നിന്ന് കോരി പിടിച്ചാണ് നമുക്ക് ആ വെള്ളം പോകുന്ന സമയത്ത്. ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിനെയൊക്കെ നമ്മൾ പുറത്തേക്ക് വിടുവാണ് കുളത്തിലോട്ട്. ഗായ്സ്, നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ കുളം ഒന്ന് കാണിച്ചു തരാം. കുളം വളരെ നാച്ചുറലായിട്ടുള്ള നോർമൽ കുളമാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 റെഡ് സിലോപ്പി ഉണ്ട്. അതേപോലെ തന്നെ സൈഡിലൊക്കെ വെള്ളം തെളിച്ച് കാണാൻ അവർ തടാണ്. ഇവിടെ നിൽപ്പുണ്ട്, പക്ഷേ അവരെ കാണാൻ പറ്റത്തില്ല. അവർ ഇങ്ങോട്ട് ഓടിയല്ലേ കാണാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് പറഞ്ഞാൽ ഓടി വരുന്നുണ്ട്. ആദ്യം 50 എണ്ണം മേടിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങൾ 10-400 ഉണ്ടായതാണ്. പിന്നെ അതൊക്കെ പോയി. ഇവിടെ ഓടി കളിക്കുന്നുണ്ട്. ഇനി ആകെ 5 എണ്ണേ ഉള്ളൂ. കാണുന്നുണ്ട് ഈ കാണുന്ന ഈ സാധനം. അപ്പോൾ ഈ കുളത്തിലോട്ടാണ് നമ്മൾ മൊത്തത്തിൽ ഇടാൻ പോകണം. ഏകദേശം 10-200 കരികണ്ണി കുഞ്ഞുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ആൾറെഡി കുറച്ച് മീൻ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഞാൻ സാധനം കാണിച്ചു തരാം. ഇതല്ല, ഇപ്പോൾ കാണിച്ചു തരാം. വേണ്ട, ഇതാണ് ടാങ്ക് വരുന്നത്. ബാക്കി ഞാൻ കാണിച്ചു തരാം. കുറേ നാൾക്കായി ഇവന്മാർക്ക് തീറ്റ എല്ലാം കൊടുത്തിട്ട് പാവം. കുഞ്ഞു 2 മീനുകളുണ്ട്. അപ്പോൾ ഇവന്മാർ ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെളിച്ചമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വാഹ വെട്ടോ അലിഗേറ്റർ കാർ വെട്ടോ നോക്കാം. ഞാൻ നടുക്കോട്ടിട്ടെ. എൻ്റെ അമ്മ, ഇടേണ്ട താമസമേ ഉള്ളൂ. ഇവർക്ക് നല്ലപോലെ വിശന്ന് കിടക്കുകയാണെന്ന് തോന്നുന്നു. നടുക്കോട്ട് ഇട്ടോ. എൻ്റെ അമ്മോ ഗായ്സ്, ഇടേണ്ട താമസമേ ഉള്ളൂ. അപ്പം തന്നെ അമ്മ വെട്ടുവാണ്. ഈ കണ്ടോ ഗായ്സ്, നിങ്ങൾക്ക് ഒരു മീൻ ലൈവായിട്ട് അടിക്കുന്ന കാണിക്കാൻ പറ്റുമെന്നുള്ളൊരു സെറ്റപ്പിൽ ഞങ്ങൾ ഈർക്കലി കാത്ത് കെട്ടിയിരിക്കുകയാണ്. പക്ഷേ എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അമ്മയാണ് കമന്റ്. ചിക്കൻ ഇരിപ്പുണ്ടാ? ചിക്കൻ ഇരിപ്പുണ്ടോ? എന്നാൽ 2 പീസ് തന്നെ. ഇവിടെയാണ് നമ്മൾ സാധാരണ അലിഗേറ്ററിനും വാക്കുള്ള ലൈവ് ഫുഡ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് പിടിച്ചിട്ട് നേരെ അവിടെ കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങോട്ട് ഇറങ്ങിയത് ഇവിടെ ഇട്ടോ, സെൻറ്ററിൽ ഇട്ടോ. ഇതാര് കഴിക്കുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. അയ്യോ, എനിക്ക് തോന്നുന്നു ഇവന്മാരെ കണ്ണ് സെൻസറാന്ന് തോന്നുന്നു. കലങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അന്ന് അടുക്കിട്ടോ, അവന്മാർ വെള്ളം വീഴുമ്പോൾ വന്ന് അടിച്ചോളും. കണ്ട, ഞാൻ പറഞ്ഞില്ല, അടിച്ചോളും. ഇത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ അലിഗേറ്റർ കാരണമൊന്നും കിട്ടിയില്ല. വാഹ എല്ലാം അടിച്ചിട്ടുണ്ട് ഗൈസ്. വാഹക്കോ പിന്നെ കഴുകി ഫ്രൈ ചെയ്ത് കൊടുക്ക്. അമ്മ അലിഗേറ്റർ കാരന് കൊടുക്കും. നല്ല പീസ് എടുക്കും. അമ്മ തിന്ന് കാണിക്കാനല്ലേ. ഇന്നലെ മേടിച്ചുള്ളൂ. തണുപ്പുണ്ടെന്നേ മതി. എടുക്ക് കൊടുക്കാം. അമ്മ ഒരു കത്തി എടുത്തുണ്ടോ ഗൈസ്. അലിഗേറ്റർ കാറേ നമ്മൾ അവനൊരെണ്ണം കൊടുത്തോണ്ട് ടേസ്റ്റ് പിടിച്ചിരിക്കുന്നു. ചിക്കൻ കൊടുത്താൽ എടുക്കുമെന്ന് അറിയില്ല. എടാ, ചിക്കൻ കൊടുത്ത വേഗം കൊടുത്തേ. അമ്മ ഇട്ടോ. വേണ്ട, അവൻ്റെ പറ്റ അറിയണമെങ്കിൽ തിന്നുള്ളൂ. അയ്യോ, കുറച്ചുകൂടി ക്ലിയർ വെള്ളമാണ്. വെള്ളം മാറാതെ കൊടുത്തോണ്ട്. പക്ഷെ വെള്ളം മാറി കഴിഞ്ഞാൽ അമ്മ ഉടനെ എടുക്കത്തില്ല. അതെന്തിനാ മീനുള്ളടുത്ത് അറിയണ്ടേ. പിന്നെ അവൻ അങ്ങോട്ട് പോകുന്നുണ്ട്. സ്മെല്ലടിച്ച് പക്ഷെ എടുക്കുമെന്ന് അറിയില്ല. എന്തായാലും വീഡിയോ കാണാൻ ചാൻസ് ഇല്ല. പക്ഷെ നോക്കിയോ ഇപ്പോൾ കിട്ടുവേ. അതൊക്കെ അവൻ തയ്ച്ചോളൂ. ചിക്കൻ്റെ പീസുമായിട്ട് പോകണം നോക്കിക്കോണേ. അതെ, കറങ്ങിക്കളിക്കല്ല. അവൻ ചുമ്മാ തണലത്തേക്ക് മാറി കണ്ട മുതുകത്തേക്ക് മുഴുവൻ മണ്ണ് കയറിയിരിക്കുക. വെള്ളം ചീത്തയിട്ടേ നാറ്റം. കാണാമെന്ന് എനിക്ക് അറിയില്ല. എല്ലാ ദിവസവും വാക്ക് തീറ്റ കൊടുക്കുന്ന ആളാ. ലാഭം അല്ലേ നഷ്ടത്തില്ല കമ്പനി. യൂട്യൂബിൽ ആരും കാണുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വ്യൂസ് കുറവായതുകൊണ്ട്. ഇതുണ്ടോ, സെറ്റായി വരുന്നേ ഉള്ളൂ. വെള്ളം പറ്റിയിട്ട് എന്തോരം മീനുണ്ടെന്ന് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ മൊത്തം മീനെയും പിടിച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഇതിനകത്ത് എണ്ണ നമ്മൾ കുളത്തിലോട്ട് മാറ്റാൻ പോകും. അപ്പോൾ എണ്ണീട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് അത് കുറവാണോ നഷ്ടമാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു കാൽക്കുലേഷൻ ഇല്ലാണ്ട് വെറുതെ വളർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെപ്പോഴും മീനൊക്കെ വളർത്തുമ്പോൾ ഒരു കൗണ്ടൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. 5, 6, 7, 8, 9, 10. പൈസ ഞങ്ങളങ്ങനെ ഏകദേശം എണ്ണി തീർത്തിട്ടുണ്ട്. ഏകദേശം 436 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളിനി കുളത്തിലേക്ക് ഇടുവാണ്. അത് പറയാം. അപ്പോൾ അത്രയും ഇതുണ്ട്. നമ്മളിപ്പോൾ നെക്സ്റ്റ് കുളത്തിലേക്ക് ഒഴിക്കും. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഷീറ്റിൽ കൂടി ഞാൻ ഒഴിച്ച് വിട്ട് ഞാൻ കാണിച്ചു തരാവേ. നിറച്ച് വെട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. എന്താ വലുതാക്കണം നീളം.
ഇതുകൊണ്ടല്ലോ മീന്മാരെ അടുത്തത് പിടിക്കുന്ന വീഡിയോ ആയിരിക്കും അടുത്ത അപ്ഡേഷൻ വരാൻ പോണേ. ആൾറെഡി അവിടെ കുറേ മീനൊക്കെ ഓടി നടപ്പുണ്ട്. നമ്മളെ കുളം അവന്മാരിട്ടപ്പോൾ വേറെ മീനൊക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. തീറ്റയാന്നോർത്ത് തന്നെ ആയിരിക്കും പാവങ്ങൾ. ഇനി ഇവന്മാരുടെ കളി ഇതിനകത്തായിരിക്കും.